ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ നൂഡിൽസ് എന്ന് പറയാം. ചൈനീസ് നൂഡിൽസ് അല്ല, ഇന്ത്യൻ നൂഡിൽസ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളും 2-3 ചപ്പാത്തിയും ഒരു മുട്ട പൊരിച്ചതും കൂട്ടിക്കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഉള്ള പച്ചക്കറികളൊക്കെ വളരെ നീളത്തിൽ നൂഡിൽസിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുത്ത് അതൊന്ന് വഴറ്റി ചപ്പാത്തിയും മുട്ട പൊരിച്ചതും അല്പം സോസും കൂടെ കൂട്ടി ഇളക്കി അല്പം വേണമെങ്കിൽ ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡിയായി. ഒരു ജനറേഷൻ മുമ്പ് വരെ നമുക്ക് എങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു പച്ചക്കറികൾ കഴിക്കുന്നുണ്ടോ, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടോ എന്നുള്ള. കാരണം അന്ന് പറമ്പിലേക്ക് ഇറങ്ങിയ, മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, തൊടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നെല്ലിക്ക, ചാമ്പയ്ക്ക, മാങ്ങ, പേരയ്ക്ക, ചക്ക, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സ്കൂളിൽ പോകുന്ന വഴിക്കാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ അവരുടെ ഫുൾ ഡേ ഷെഡ്യൂൾഡ് ആണ്. അവർക്ക് അതിനൊന്നും സമയമില്ല താനും. ഇനി സ്കൂളിൽ പോകുന്ന വഴിക്കാണോ അന്നത്തെ കാലത്ത് വഴിയിലുള്ള മാങ്ങയും തേങ്ങയും ഒക്കെ പെറുക്കിയിട്ടായിരുന്നു സ്കൂളിൽ പോകുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ടീച്ചർ എന്നെ ക്ലാസ്സിൽ പിടിച്ചെന്തോ ഇരുന്ന് തിന്നതിന് ഞാൻ മറയ്ക്കാൻ നോക്കിയെങ്കിലും ലാസ്റ്റ് ടീച്ചർ എൻ്റെ ചെവിക്ക് പിടിച്ചു. ഒരു നെല്ലിക്കയായിരുന്നു വായിൽ. അതെങ്ങനെയാ നമ്മൾ മറച്ചു വെക്കാൻ പറ്റുക? മുതിർന്നവരാണെങ്കിലും എന്നും ഈ ചപ്പാത്തി കഴിച്ചു മടുത്തൂല്ലേ? അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് വേറൊരു ഭഗഭേദമാക്കി നമുക്ക് ഇന്ത്യൻ നൂഡിൽസ് എന്നൊക്കെ പേരിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി വഴറ്റി അല്പം ഉപ്പും കുരുമുളക് പൊടിയും ഒരു 70-75% വരെ വേവിച്ചാൽ മതി. ആ വെജിറ്റബിൾസിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തിയും മുട്ട പൊരിച്ചതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം സോയാ സോസ് ഉണ്ടെങ്കിൽ അതും, ഇച്ചിരി ചില്ലി സോസും, സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നൂഡിൽസിൻ്റെ യഥാർത്ഥമായ ഒരു ടേസ്റ്റ് വരുള്ളൂ. വേണമെങ്കിൽ ഒരു നുള്ളു വിനാഗിരിയും കൂടി ചേർത്ത് ഇളക്കി ചൂടായി കഴിയുമ്പോൾ ഒന്ന് വാങ്ങി വെച്ച് കഴിച്ചാൽ മതി. ശരിക്കും നൂഡിൽസ് തന്നെയാണ്. ചൈനീസ് നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, ചൗമീൻ എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താണെങ്കിലും ട്രൈ ചെയ്യണം. പ്രിയപ്പെട്ടവർക്കോടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറയണം, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് നടത്തുന്നത്. ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.